റോസസ് വെൽക്കം ബാക്ക് ടു റോസ് മലയാളം. അപ്പോൾ ഞാനെന്ന് ചെയ്യുന്ന വീഡിയോ നമ്മൾ 2020 കഴിയാൻ പോകുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു പൊളിവെസ് ദുരന്തം പ്രോഡക്ട്സുകൾ, ഇന്നും ഈ വർഷം ചെയ്യുന്നുണ്ട് വേസ്റ്റ് ആൻഡ് ബെസ്റ്റ് മേക്കപ്പ് സ്കിൻ കെയർ ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ബെസ്റ്റ് മേക്കപ്പ് ബെസ്റ്റ് പ്രോഡക്റ്റുകൾ കാണിച്ചിട്ട് ലാസ്റ്റ് വേസ്റ്റ് കാണിക്കാമെന്ന്. അപ്പോൾ ഇയറിൻ്റെ എൻഡ് ആവും വേസ്റ്റ് കാണിച്ചു വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ഈ 2020 നമ്മൾ നെഗറ്റീവ് എനർജിയോടെ പാസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം വേസ്റ്റ് കാണിക്കാം, നമുക്ക് ലാസ്റ്റ് ബെസ്റ്റ് കാണിക്കാം. അതായത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബെസ്റ്റ് പ്രോഡക്റ്റുകൾ കാണിക്കാം. അപ്പോൾ ഇന്ന് നോക്കുന്നത് എനിക്ക് ഈ വർഷം യൂസ് ചെയ്തിട്ട് വർക്കൗട്ട് ആകാത്ത സ്കിൻ കെയർ ഹെയർ കെയർ മേക്കപ്പ് പ്രോഡക്റ്റുകളാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തത്, ചിലപ്പോൾ അത് ഒരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്, ഈ പ്രോഡക്റ്റുകൾ വേറൊരാൾക്ക് വർക്ക് ചെയ്യില്ല എന്നൊന്നുമല്ല, എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്തില്ല. ഇനി ഞാൻ ഈ പ്രോഡക്റ്റുകളൊന്നും റീപർച്ചേസ് ചെയ്യത്തില്ല. ഒരു വട്ടം യൂസ് ചെയ്തു, ഇനി ഞാൻ ഇത് വാങ്ങിക്കത്തില്ല. ഇതിൽ ചിലത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുമില്ല, വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടമാകാണ്ട് യൂസ് ചെയ്യുന്നുമില്ല. അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലൊരു ബ്രാൻഡ് മോശമാണെന്നോ ഇതിലുള്ള പ്രോഡക്റ്റുകൾ മോശമാണെന്നോ അല്ല, എനിക്ക് വർക്കൗട്ടായില്ല. എൻ്റെത് ആക്നെ പ്രോൺ ഓയിലി സ്കിന്നാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ടേസ്റ്റിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിനർത്ഥം ഈ പ്രോഡക്റ്റുകൾ ഏറ്റവും വേസ്റ്റ് എന്നല്ല, എനിക്ക് വേസ്റ്റാണ്. എനിക്കിത് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് എനിക്ക് ആസ് എ കൺസ്യൂമർ എനിക്കിത് ഇഷ്ടമായില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് കുളിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം അല്ലേ. അപ്പോൾ വിവലിൻ്റെ ബോഡി വാഷാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, MG ബോട്ടിൽസിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമായിട്ടില്ല. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിൽ ബംസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് എനിക്ക് എല്ലാ പ്രോഡക്റ്റുകളും ബോഡിയിൽ വർക്കൗട്ടായില്ല. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കൊള്ളത്തില്ല എനിക്ക് കേട്ടോ. മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല. എനിക്കിത് യൂസ് ചെയ്തിട്ട് ബോഡിയിൽ ബംസ് ഒക്കെ വന്നിട്ട് ഞാൻ പിന്നെ കുറച്ചായപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തു ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഇനി ഇത് ഞാൻ റീപർച്ചേസ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഞാൻ റിവ്യൂ തന്നിട്ടുള്ള 2 പ്രോഡക്റ്റുകൾ കൂടെ ഉണ്ട്. ഞാൻ അതിൻ്റെ കവറൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. ചന്ദ്രികയുടെ സോപ്പും സന്തൂറിൻ്റെ സോപ്പും, ഇത് 2 ഞാൻ ബോഡിയിൽ എന്തായാലും ഇനി യൂസ് ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചു. ചന്ദ്രികയുടെ ഫേസിലൊട്ട് യൂസ് ചെയ്യത്തില്ല, ബോഡിയിൽ പിന്നെ സഹിക്കാം. പക്ഷെ നമ്മുടെ സന്തൂറിൻ്റെത് ബോഡിയിലും ഫേസിലും ഒന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ഞാൻ എന്തായാലും ഇനി യൂസ് ചെയ്തില്ല മീൻസ് അപ്പോൾ അത് 2 എനിക്ക് ഇഷ്ടമായിട്ടില്ല. യൂസ് ചെയ്യില്ല എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഗതിയായിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പുറത്തൊക്കെ പോകുമ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് യൂസ് ചെയ്യില്ല എന്ന് പറയുന്നില്ല, എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഹെയർ കെയറിൽ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ, നമ്മുടെ സൺസിൽക്കിൻ്റെ കണ്ടീഷണർ. ഞാൻ ഒത്തിരി പ്രോഡക്റ്റുകൾ ഹെയറിൽ പരീക്ഷിക്കാത്ത ആളാണ്. ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറി ട്രൈ ചെയ്ത് നോക്കിയ ഒരു പ്രോഡക്റ്റ് സൺസിൽക്കിൻ്റെ കോക്കനട്ട് വാട്ടർ ആൻഡ് അലോവേര വോളിയം ഫോർ ഫുൾ ആൻഡ് ബൗൺസി ഹെയർ കണ്ടീഷണർ. ഇത് കണ്ടീഷണർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിനെ മാനേജബിൾ ആക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിനെ മാനേജബിൾ അല്ലാതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഹെയർ ഇങ്ങനെ ഇച്ചിരി കൂടെ ഒന്ന് ഫ്രിസി ആയി കിട്ടുന്നുണ്ടായിരുന്നു. വോളിയം കൂട്ടുക എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ ഫ്രിസി ആയിട്ട് വോളിയം കൂട്ടുകയാണോ എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. മാനേജബിൾ അല്ലാതാക്കി കളഞ്ഞു, ഇത് ഡ്രൈ പോലെയൊക്കെ ആക്കി കളഞ്ഞു. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കത്തില്ല, എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടില്ല. ഇനി ഫേസ് വാഷിൻ്റെ കാറ്റഗറിയിൽ ഇനി ഒരിക്കലും വാങ്ങിക്കില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അങ്ങനൊരു ഫേസ് വാഷ് ഈ വർഷം ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഞാൻ ഇനിയും വേണമെങ്കിൽ വാങ്ങിക്കാം. ആ കാറ്റഗറിയിലുള്ള ഫേസ് വാഷുകൾ മാത്രമേ ഞാൻ ഈ വർഷം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനിയുള്ളത് ടോണറാണ്, ന്റെ ഹണി ഗ്ലോ ടോണർ. ഈ ടോണർ എൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ടോണർ ഗ്ലോ തന്നിട്ടില്ല. എൻ്റെത് ഒരു ഓയിലി സ്കിന്നാണ്, എന്നിട്ട് പോലും ഒരു ഗ്ലോ നോർമലി ഉള്ള ഗ്ലോ അല്ലാതെ അതിനപ്പുറം ഒരു ഗ്ലോ തന്നില്ല. ഹൈലി റെക്കമെൻഡഡ് ഫോർ ഓയിലി സ്കിൻ എന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഓയിലി സ്കിന്നിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ പോർസ് ആണ്. അപ്പോൾ ആ പോർസിനെ മിനിമൈസ് ചെയ്യാനോ ഒന്നിനും ഇതിന് കഴിഞ്ഞിട്ടില്ല. ഇത് വെറുതെ ജസ്റ്റ് ഒരു ഫേസ് മിസ്റ്റ്, അത്ര ഒരു പ്രോപ്പർട്ടീസൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ കൂടുതൽ നമ്മുടെ ഫേസിനെ നന്നായിട്ട് pH റെഗുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്കതറിയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഓപ്പൺ പോർസ് റെഡ്യൂസ് ചെയ്യുകയോ അങ്ങനെ ഒരു ഗ്ലോ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്ലോ തരികയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കിത് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഈ പ്രോഡക്റ്റ്. ഇനി ഞാൻ വാങ്ങിക്കത്തില്ല എന്തായാലും. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മുടെ ആക്നേസിനെ തടയും, ബ്രേക്ക്ഔട്ട്സ് തടയും, നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും സംഭവിച്ചിട്ടില്ല. നല്ലയാവും, റിഫ്രഷ് ചെയ്യും. റിഫ്രഷ് ഒക്കെ ജസ്റ്റ് പറയാം. വേറെ ഒരു കാര്യം ഇതിൽ സംഭവിച്ചിട്ടില്ല. എനിക്കിഷ്ടമായിട്ടില്ല ഈ പ്രോഡക്റ്റ് എന്തായാലും. ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല. ടോണർ എൻ്റെ ഒരു സ്കിൻ കെയറിൻ്റെ ഫേവറേറ്റ് അല്ല ഒരിക്കലും. ഞാൻ റോസ് വാട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ടോണർ എന്തൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യാറേ ഇല്ല. എനിക്കിത് ഒട്ടും ഇഷ്ടമായിട്ടില്ല.
കറണ്ട് പോയി, ലൈറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം. നാച്ചുറൽ ലൈറ്റിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എനിക്കിത് നാളെ ഇടാനുള്ള വീഡിയോ ആണ്. നാളെ മീൻസ് 27-ന് ഉള്ള വീഡിയോ ഞാൻ 26-നാണ് ഷൂട്ട് ചെയ്യുന്നത്. സുനാമി വന്ന ദിവസം ഓർമ്മയില്ലേ? സുനാമി വന്നിട്ട് ഇപ്പം 16 വർഷം എന്താണെന്ന്. എനിക്ക് വീഡിയോ എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കറണ്ട് ഇല്ലെങ്കിലും വീഡിയോ എടുക്കുകയാണ്. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇത്തിരി ആയിട്ട്. അതുകൊണ്ടാണ് ഒരു ഉറങ്ങിയ ഫീലിങ്ങിലിരിക്കുന്നത്. ഉറക്കക്ഷീണമുണ്ട് നന്നായിട്ട്. നെക്സ്റ്റ് വേസ്റ്റ് പ്രോഡക്റ്റ് ഞാനിത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ബയോട്ടിക്കിൻ്റെ പപ്പായ ടാൻ റിമൂവൽ ഫേസ് സ്ക്രബ് അല്ലേ? ഓക്കെ, അഡ്വാൻസ്ഡ് ആയുർവേദ ബയോ പപ്പായ റീവൈറ്റലൈസിങ് ടാൻ റിമൂവൽ സ്ക്രബ്. ഈ പ്രോഡക്റ്റ് എപ്പോൾ യൂസ് ചെയ്താൽ എൻ്റെ ഫേസിൽ മുഴുവൻ പിമ്പിൾസ് വരും. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ 1-2 പിമ്പിൾസ് അല്ല, ഫേസ് അതിൽ എവിടെ ഇത് യൂസ് ചെയ്യുക അവിടെ ഒക്കെ ഇങ്ങനെ ബംസ് നിറയെ വരും. അത് പിന്നെ അവിടെ നിന്ന് പഴുക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കിത് ഈ പ്രോഡക്റ്റ് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഇത് ഭയങ്കര സംഭവമായിട്ട് റിവ്യൂ ഒക്കെ കണ്ടൊരു പ്രോഡക്റ്റാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് മാത്രമാണ് വർക്കൗട്ട് ആകാത്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് ടാനും പോകുന്നില്ല. പക്ഷേ ഇവിടെ ഇത്ര യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നോസിലൊന്നും കുഴപ്പമില്ല കേട്ടോ. വേറെ ഒരു ഭാഗത്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നല്ല പ്രോഡക്റ്റ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. സ്ക്രബ് ഓക്കെയാണ്, നമ്മുടെ ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകുന്നുണ്ട് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിമ്പിൾസ് വരുന്നതുകൊണ്ട് ബംസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ട്. ഞാനിത് എവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നെക്കിലൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്ക് കയ്യിലൊക്കെ യൂസ് ചെയ്ത്. വാങ്ങിച്ചിട്ട് 1 വർഷമൊക്കെ ആവുന്നുണ്ട്. എനിക്കിത് യൂസ് ചെയ്ത് തീർക്കാൻ നിവർത്തിയില്ല, അങ്ങനെ ഇരിക്കുന്നു. ഞാനൊരു ബോഡി സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യും മിക്കവാറും, തീർക്കണമല്ലോ. അങ്ങനെ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇനി ഞാനിത് വാങ്ങിക്കത്തില്ല, എന്തൊന്നാലും വാങ്ങിക്കത്തില്ല. അടുത്ത പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും. കാരണം ഈ പ്രോഡക്റ്റ് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഞാൻ ഈ പാക്കേജ് പോലും കളഞ്ഞിട്ടില്ല, കാരണം ഇത് യൂസ് ചെയ്തിട്ടില്ല. ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്ക്. ക്ലിയർ ഫേസ് മാസ്ക് ആണ്. ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. ഇത് നല്ല വിലയുണ്ട് കേട്ടോ, ഭയങ്കര വില കുറവൊന്നുമല്ല. 500 എന്തൊക്കെ ഉണ്ട്, 490 രൂപയൊക്കെ ഉണ്ട്. പ്രോഡക്റ്റ് വന്നപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ വാങ്ങിച്ചത് ഇതാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് 2ാമതായിട്ടാന്ന് തോന്നുന്നു ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ അന്നത്തെ വിഷമാവസ്ഥയൊക്കെ ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഒരു ദേഷ്യം വന്നു. വിഷമമായില്ല, ആ ഫീലിംഗ് ദേഷ്യമായിരുന്നു. വിഷമമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കണം. ഈ പ്രോഡക്റ്റ് വന്നത് ഇങ്ങനെയാണ്. ഈ പ്രോഡക്റ്റിൻ്റെ 60% പ്രോഡക്റ്റ് ഈ ബോട്ടിലിൻ്റെ അകത്തില്ല. ഫുൾ എടുത്തിരിക്കുന്ന ആരോ എടുത്തിട്ട് അതിലൊരു 40% പ്രോഡക്റ്റ് മാത്രമേ ഇപ്പം ഈ ബോട്ടിൽ വാങ്ങിച്ചപ്പോഴേ തന്നെ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ അന്നത് ഇങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല, എന്നെ പറ്റിച്ചതാണല്ലോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഫുൾ കിട്ടിയില്ല പ്രോഡക്റ്റ്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ബോട്ടിൽ ഫുൾ കിട്ടേണ്ട പ്രോഡക്റ്റ് 60% പ്രോഡക്റ്റ് ഇല്ല ഇതിൻ്റെ അകത്ത്. 60% ഇല്ല, 40% ഉള്ളൂ. ഇത് നമുക്ക് ഈ ഗ്ലാസ് ജാറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ അതങ്ങനെ അറിയുന്നറിയില്ല. ഈ തുടക്കത്തിൽ ഒരു അല്പം കാണാം, പിന്നെ അകത്ത് താഴെ അറ്റത്ത് ഒരിച്ചിരി കാണാം. ഇതിൻ്റെ ഇടയ്ക്കൊന്നും പ്രോഡക്റ്റ് ഇല്ല. നമുക്ക് ഈ ഗ്ലാസ് ജാർ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത്. ഞാൻ പർപ്പിളിൽ നിന്നാണ് ഇത് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും ഞാനിത് വാങ്ങിക്കത്തില്ല. അതുകൊണ്ട് ഒരു റീസൺ. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യത്തില്ല, കാരണം ഇതാരോ കൈയിട്ട് വാരിയ പ്രൊഡക്റ്റാണ്. അല്ലെങ്കിൽ ഇത് നേരെ ഫുൾ ഫില്ല് ചെയ്യാത്തതായിരിക്കും, അല്ലെങ്കിൽ ഇതിന് ആരെങ്കിലും കൈയിട്ട് വാരിയതായിരിക്കും. എന്തായാലും ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്യത്തില്ല എന്ന് ഞാനെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ എന്തോ പ്രിയങ്ക എന്നോട് പറഞ്ഞിരുന്നു, പ്രിയങ്ക എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇത് പറയുന്നത് നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെൻറ്റിനുള്ള ആക്നേസ് മാറ്റും, ക്ലിയർ സ്കിന്നാക്കും, അടിപൊളി നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ ഒരു നല്ലൊരു പഴുത്തൊരു പിമ്പിൾസ് ഇരുന്നു. അപ്പോൾ ഞാൻ ഇതിന് ഇച്ചിരി എടുത്തിട്ട് അതിൽ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ്, എനിക്ക് ഫേസ് മുഴുവൻ ഇടാനുള്ള ധൈര്യമില്ലായിരുന്നു, കാരണം ഇങ്ങനെയാണ് കിട്ടിയത്. മോശം അവസ്ഥയിൽ കിട്ടിയ പ്രോഡക്റ്റിന് ഫേസ് മുഴുവൻ ഇടാനുള്ള ഗട്ട്സ് ഒന്നും എനിക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് ആ കുഞ്ഞല്ല നല്ല പഴുത്തിരുന്ന പിമ്പിൾസിൽ സ്പോട്ട് ട്രീറ്റ്മെൻറ്റിന് ഒരു ദിവസം ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ അടുത്ത ദിവസം അത് ഭയങ്കരമായിട്ട് പഴുത്തിരുന്നു, കുറച്ചുകൂടെ മോശമായി. എനിക്ക് അങ്ങനെ നോർമലി ആകാറില്ല. എടുത്തിരുന്നിട്ട് അത് പിന്നെ കുഞ്ഞായി അങ്ങ് പോവാറാണ് പതിവ്. പക്ഷേ ഇത് ഇട്ടപ്പോഴത്തേനും കുറച്ചുകൂടെ പഴുത്ത് കുറച്ചുകൂടെ ബൾജ് ചെയ്ത് വന്ന് എന്തോ ഒരു ഇറിറ്റേഷൻ കിട്ടിയ മാതിരിയായി. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇനി ഇത് വാങ്ങിക്കത്തുമില്ല, പ്രത്യേകിച്ച് പർപ്പിളിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ഇനി വാങ്ങിക്കത്തില്ല. പിന്നെ ഇതെനിക്ക് ഇട്ട് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് ആണെന്ന് തോന്നാത്തത് കൊണ്ട് ഞാൻ ഇനി ഇത് വാങ്ങിക്കത്തില്ല. ഇത് പലരുടെയും ഫേവറേറ്റ് ആണെന്നറിയാം, പക്ഷേ എനിക്കിത് ഇഷ്ടമായില്ല, എനിക്കിത് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് ഒരു ഫേസ് മാസ്ക് ആണ്, ഗുഡ് വൈബ്സിന്റെ പപ്പായ ഗ്ലോ ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഇതിന്റെ ഹോൾ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ട്രൈ ചെയ്ത് ഞാൻ റിവ്യൂ തരുമെന്ന്. ഹോൾ വീഡിയോ കാണിച്ചിട്ട് തന്നെ കുറേ നാളായി. ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഇതുവരെ റിവ്യൂ വരാത്തതിന് കാരണം ഇത് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും തോന്നിയില്ല.
ഞാൻ എത്ര നാളായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് ഗ്ലോ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൽ പപ്പായയുടെ ഇതായതുകൊണ്ട് നമ്മുടെ ഫേസ് ക്ലിയർ ആകും എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. നമ്മുടെ ബ്ലെമിഷസും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റും, നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഗ്ലോ കിട്ടുമെന്ന് ഇതിൽ പേര് തന്നെയുണ്ട്. ഗ്ലോയും കിട്ടിയിട്ടില്ല, ഹൈഡ്രേഷനും കിട്ടിയിട്ടില്ല, പിഗ്മെന്റേഷനും മാറിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിക്കുന്നില്ല. വെറുതെ ഒരു ഫേസ് മാസ്ക് ഇടുന്ന 10 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, 10 മിനിറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ഇടുന്നു, വാഷ് ചെയ്ത് കളയുന്നു. ഒരൊറ്റ റിസൾട്ട് എനിക്ക് ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല. നോർമലി തന്നെ ഇരിക്കുന്നു. അതിൽ പോസിറ്റീവ് ഉണ്ടാകുന്നില്ല, നെഗറ്റീവ് ഉണ്ടാകുന്നില്ല. വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറേ നാളായി കേട്ടോ. റിവ്യൂ പറയാനുള്ള ടൈമൊക്കെ ആയി. നമുക്കൊരു 3 മാസമൊക്കെ അല്ലേ പറ്റത്തുള്ളൂ മാക്സിമം. അതിന് ശേഷം നമുക്ക് റിവ്യൂ ഇടാൻ പറ്റില്ലല്ലോ. ഇത് നിറച്ചുണ്ടായിരുന്നു, ഇത് കുറച്ചല്ല കേട്ടോ, ഇത് ഫുൾ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കാലല്ല, ഒരു അര അടുപ്പിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇന്ന് വരെ ഇതിന് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. പോസിറ്റീവ് ഉണ്ടായാലും നെഗറ്റീവ് ഉണ്ടായിട്ടില്ല. പോസിറ്റീവ് ഉണ്ടായെങ്കിൽ പോസിറ്റീവ് ഉണ്ടായി എന്ന് പറയാം, നെഗറ്റീവ് ഉണ്ടായെങ്കിൽ നെഗറ്റീവ് ഉണ്ടായി എന്ന് പറയാം. ഇങ്ങനെ ഇതിപ്പം ഒരു മുൾട്ടാണി മിട്ട ഇട്ടാൽ പോലും എനിക്ക് ഇതിനേക്കാളും റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു മുൾട്ടാണി മിട്ട ഞാൻ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ഇട്ടാൽ എനിക്ക് ഫേസ് ക്ലിയർ ആയിട്ടൊക്കെ കിട്ടാറുണ്ട്. ആ ഓയിലി ആകുന്നൊക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞൊക്കെ കിട്ടാറുണ്ട്. ഇതിൽ ഫുൾ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, ഭയങ്കര നാച്ചുറലോ അങ്ങനെയൊന്നുമല്ല. അടയടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയാൽ ആദ്യം കിടക്കുന്നത് കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പപ്പായ എക്സ്ട്രാക്റ്റ് ഒക്കെ ഏറ്റവും ലാസ്റ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിൽ എന്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. ഇനി എന്തായാലും വാങ്ങിക്കില്ല. ഇനി ഞാൻ ഇടണമെന്ന് തന്നെ ആലോചിക്കുന്നു, കാരണം ഇട്ടിട്ട് ഒരു റിസൾട്ടില്ല. ഞാൻ റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കിയായിരുന്നു. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇതെനിക്ക് ഇനി വാങ്ങിക്കത്തില്ല. ഇതിലെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് വേസ്റ്റ് പ്രോഡക്റ്റ് ആകുന്നുണ്ട്. എന്തൊക്കെ ജീവിരുന്ന് വിളിക്കുന്നത്. ഇതിൽ പ്യൂരിഫൈഡ് വാട്ടർ, കാർബമർ, ഗ്ലിസറിൻ, ഡൈസോഡിയം, ETDA ഒക്കെ ഉണ്ട്. ട്രൈ എഥനോൾ അമൈൻ നമ്മുടെ സ്കിന്നിന് ലോങ് ടേമിലാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കമ്പോണൻസ് ഉള്ള സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. 2-ഫിനോക്സി എഥനോളൊക്കെ നമ്മൾ ലോങ് ടേമിൽ യൂസ് ചെയ്താൽ സ്കിന്നിൽ കിഡ്നി, ലിവറൊക്കെ ഡാമേജ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇനിയും കുറേ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത്, കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വാട്ടർ മെലോൺ എന്ന് പറഞ്ഞ കാര്യം ഏറ്റവും ലാസ്റ്റാണ് കിടക്കുന്നത്. ഒരു കിടക്കുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ലാസ്റ്റ് കിടക്കുന്ന സാധനത്തിൻ്റെ. അപ്പോൾ അത് നമ്മൾ വാട്ടർ മെലോൺ വളരെ കുറവാണ്. ഇതിൽ ബാക്കി മെജോറിറ്റി കിടക്കുന്ന കെമിക്കലാണ്. അപ്പോൾ ഇതിൽ പല കെമിക്കൽസും ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്, ഓരോന്നായിട്ട് ഞാൻ നോക്കി. അപ്പോൾ ഇത് ലോങ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ഹെൽത്തിനെയും ബാധിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ പാരബിൻസും സൾഫേറ്റ്സും ക്രുവൽറ്റി ഫ്രീ ആണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദോഷമായിട്ടുള്ള ലോങ് ടൈമിൽ യൂസ് ചെയ്താൽ, നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്താലല്ല, മോയ്സ്ചറൈസിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ലോങ് ടൈമിൽ യൂസ് ചെയ്താൽ നമ്മുടെ ബോഡിയെ നമുക്ക് ദോഷമായിട്ട് ബാധിക്കും, നമ്മൾ കുറേ നാൾ യൂസ് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടില്ല. ഞാനിത് വാങ്ങിക്കത്തുമില്ല കേട്ടോ എന്തായാലും. ഇതുകൊണ്ട് അലോവേര ജെല്ല് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത്. നമ്മുടെ ബാക്കിയുള്ള ജെൽ ഫോമിലല്ലല്ലോ നോർമലി ഇരിക്കുന്നത്. അപ്പോൾ അതവർ ജെല്ലാക്കാൻ വേണ്ടി, പിന്നെ കുറച്ചുകൂടെ ഒന്ന് പ്രിസർവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കെമിക്കൽ ചേർക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അലോവേര ജെല്ല് തന്നെയായിരിക്കും ജെൽ ടൈപ്പിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇതിൽ അത്രത്തോളം കെമിക്കൽസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഇനി വാങ്ങിക്കത്തില്ല കേട്ടോ. പിന്നെ ലീഫ് ആൻഡ് റിലീഫിൻ്റെ അലോവേര ജെൽ, ഇതും എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഇത് നല്ല ക്ലിയർ ജെല്ലാണ്. ഞാനിത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. മെഡിസിൻ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ അലോവേര ജെൽ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആണ്. ഞാൻ നോക്കുമ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്ലിയർ സ്മെല്ല്, നല്ല സ്മെല്ലുണ്ട്. ക്ലിയർ അലോവേര ജെല്ലാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചിട്ട് അതിൻ്റെ കവർ എടുത്ത് കളഞ്ഞു. എൻ്റെ പുറത്തെ പാക്കേജ് നോക്കിയപ്പോൾ ഇൻഗ്രീഡിയൻസിൽ ഇഷ്ടംപോലെ കെമിക്കൽസ് ഉണ്ട്. ഇത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലുള്ള ഒരു പെർഫ്യൂം ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുമാതിരി വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു അലോവേര ജെല്ലിന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷേ ഇത് ക്ലിയർ ആണ് കേട്ടോ, വെള്ള കളറിലാണ് ഇരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തത് ഹെയറിലൊക്കെ DIYസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫേസിൽ ഞാനിത് യൂസ് ചെയ്തില്ല, അതുകൊണ്ട് കേട്ടോ. ഹെയറിലായിട്ട് അപ്ലൈ ചെയ്യുന്ന DIYs ഇല്ലേ, അതിലാണ് യൂസ് ചെയ്തത്. സ്കാൽപ്പിൽ ഞാനത് യൂസ് ചെയ്തില്ല കേട്ടോ, കാരണം ഇത്ര ഭയങ്കര സ്മെല്ല്, നല്ല സ്ട്രോങ് സ്മെല്ല്. നമുക്ക് ക്യാമറ വഴി മണം അറിയിക്കാൻ പറ്റില്ലല്ലോ, അത് തന്നെ. അടുത്ത പ്രോഡക്റ്റ് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് സിറമാണ്. പലരുടെയും ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്കിത് വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് കുറ്റം പറയാമല്ലോ. കുറ്റം പറയാമല്ലോ, മീൻസ് എനിക്കിനി ഇത് വാങ്ങിക്കാതിരിക്കാമല്ലോ, അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓക്കെയാണ്. ദോഷങ്ങൾ അധികമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ സ്കിന്ന് നല്ലതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ.
ഇത് പാരബൻസ് ക്രുവൽറ്റി ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ റോസ് ഹിപ്സ്റ്ററാണ്, എല്ലാവർക്കും അറിയാമല്ലോ, ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ എനിക്കത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പോർസ് അധികം പോർസ് ഇല്ലായിരുന്നു, എനിക്ക് ഓപ്പൺ പോർസിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടായി. അതുപോലെ ഇത് യൂസ് ചെയ്താൽ ടാൻ അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് ഒട്ടും ഇഷ്ടമായിട്ടില്ല. പിന്നെ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടിരിക്കുക. എനിക്ക് ഓയിലി സ്കിന്നാണ്, അപ്പോൾ സ്കിൻ നല്ല സ്മൂത്ത് ആകും, ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും നമ്മുടെ സ്കിന്നിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ അൺഇവനാക്കും, ഒരു ഗ്ലോ ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ഓയിലി ഫീലിംഗ് ആണ് എനിക്കുണ്ടായത് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ഇന്നൊരു ഗ്ലോ അല്ല എനിക്കുണ്ടായത്, ഒരു ഓയിലി ആയിട്ടിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ പിഗ്മെൻറ്റേഷനോ, ഇവിടെ എനിക്ക് ചെറിയ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ആക്നെ സ്കാർസ് നന്നായിട്ടുള്ള ടൈമാണ്. അപ്പോൾ അതൊന്നും ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അപ്പോൾ ഇതൊന്നും എനിക്ക് മാറിയിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്കിത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഈ പ്രോഡക്റ്റ് ഞാനിപ്പോൾ ഒരു ഡ്രൈ സ്കിന്നുള്ള ഒരാൾക്ക് കൊടുത്തു കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ കയ്യിലില്ലാത്തത്. ആ ആൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിത് ഇനി വാങ്ങിക്കത്തില്ല. എനിക്കിത് വേസ്റ്റ് പ്രോഡക്റ്റാണ്. കാരണം എനിക്കിത് ഒരുവിധ ബെനിഫിറ്റും ഉണ്ടായില്ല, ദോഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമല്ല. ഇനിയുള്ളത് ഒരു പ്രൊഡക്റ്റാണ് പ്ലമ്മിൻ്റെ. എനിക്ക് പ്ലമ്മിനോട് വിരോധമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വർഷം പറഞ്ഞ ഒരു പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്, ഈ വർഷം 2 പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. എനിക്ക് പ്ലമ്മിനോട് ഒരു വിരോധമില്ല. ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ആകുന്നില്ല, അതേ ഉള്ളൂ. എനിക്ക് പ്ലമ്മിൻ്റെ കാജൽ ട്രൈ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്, അതിതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, അതിനി വാങ്ങിക്കണം എന്തായാലും. അപ്പോൾ നമ്മുടെ പ്ലമ്മിൻ്റെ കെമമില്ല ആൻഡ് വൈറ്റ് ടീ ഷിയർ മാറ്റ് ഡേ ക്രീമാണ്. SPF 50 ഉണ്ട്. അപ്പോൾ ഇത് പക്ഷെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നെന്ന് ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചതില്ല, ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിർബന്ധിതയായതാണ്. ഈ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്തതിൻ്റെ പിറകിലും ഒക്കെ കുറേ എൻ്റെ മെൻ്റൽ പ്രഷർ ഉണ്ട്. ഇപ്പോഴും അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് കംപ്ലീറ്റ്ലി തീർന്നിട്ടില്ല. അങ്ങനെ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ് ഇത്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റില്ല. കാരണം എന്തായാലും എനിക്കറിയാം നിങ്ങൾ ചോദിക്കും, നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നെന്ന് വെണ്ടയ്ക്ക് എക്സ്ട്രത്തെ എഴുതി വെച്ചിട്ട് ഓയിലി സ്കിന്നുള്ള ആൾ വാങ്ങിച്ചിട്ട് കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഇത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി നിർബന്ധിതയായി വാങ്ങിച്ചിട്ട് അന്ന് ജെനുവിൻ റിവ്യൂ തരാനെടുത്ത ടൈമിൽ ഞാൻ അനുഭവിച്ച മെൻ്റൽ പ്രഷർ അത്രത്തോളമാണ്. ഇപ്പോഴും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തീർന്നിട്ടില്ല. ഞാൻ എന്തെങ്കിലും അതിനെപ്പറ്റി ചിലപ്പോൾ പറയും ചാനലിൽ തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കേണ്ടി വന്നത്, ഗതികേട് കൊണ്ട് വാങ്ങിക്കേണ്ടി വന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ എനിക്കിത് SPF 50 ഉണ്ട്. എനിക്ക് വീട്ടിലിടുമ്പോഴത്തേക്കും SPF 30 ആവശ്യമുള്ളൂ. ഞാൻ വീട്ടിൽ SPF 30 വരെയുള്ള പ്രോഡക്റ്റാണ്, സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. പുറത്ത് പോകുമ്പോഴത്തേക്കാണ് SPF 50, 40, 60 ആ റേഞ്ച് അങ്ങോട്ട് ഞാൻ നോക്കുന്നത്. കാരണം വീട്ടിനകത്ത് നമുക്ക് 30 ഒക്കെ മതിയാകും. അപ്പോൾ എനിക്കിത് വീട്ടിനകത്ത് ഇട്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ SPF 50 എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിന് പുറത്തോട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇത് ഓയിലി സ്കിന്നിന് ഒട്ടും വർക്കൗട്ട് ആവില്ല. നമ്മൾ ഒത്തിരി അങ്ങ് വേർക്കുവാണെങ്കിൽ ഇതിന്ന് വൈറ്റ് കാസ്റ്റ് വരും, വേർക്കുവാണെങ്കിൽ. വേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് അതുകൊണ്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇത് കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്കിത് ഇഷ്ടമായില്ല. പക്ഷേ എനിക്കിതിൻ്റെ മണം നല്ല ഇഷ്ടമായിട്ടുണ്ട്. വീട്ടിലിട്ടുകൊണ്ടിരിക്കാനും എനിക്ക് ഓക്കെയാണ്. പക്ഷേ എനിക്ക് SPF 50 ഉള്ളതുകൊണ്ട് പുറത്താണ് ഞാൻ പോകുമ്പോഴാണ് പ്രിഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പം എനിക്കിത് ഒട്ടും ഇഷ്ടമായിട്ടില്ല, പുറത്തിടാനായിട്ട് ഇഷ്ടമായിട്ടില്ല. വീട്ടിനകത്ത് എനിക്ക് SPF 50 ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പട്ടിയാണ് ഈ കിടന്നോടുന്നത് പുറത്ത് വീട്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എന്നും ഫ്രണ്ട് വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനി റീപർച്ചേസ് ചെയ്യത്തില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. വീട്ടിൽ കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീട്ടിലത്തേക്ക് അരോമ ജെൽ മാറ്റിൽ അരോമയുടെ സൺസ്ക്രീൻ ഇല്ല, അതാണ് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം 30യുടെ. അതുകൊണ്ട് ഇപ്പം എനിക്ക് വീട്ടിലിടാനും ഇഷ്ടം. വീട്ടിലിടാൻ ഞാനിത് ചൂസ് ചെയ്യത്തില്ല, വെളിയിലിടാൻ എനിക്ക് കൊള്ളത്തുമില്ല. അതുകൊണ്ട് ഞാനിത് വാങ്ങിക്കത്തില്ല. ഞാനിത് അന്ന് ആ റിവ്യൂവിന് വേണ്ടി യൂസ് ചെയ്ത ശേഷം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് കേട്ടോ, ഇത് ഡ്രൈ സ്കിന്നിനും കൊള്ളത്തില്ല കേട്ടോ. ഞാൻ നോർമൽ കോമ്പിനേഷൻ സ്കിന്നിന് മാത്രമേ ഇത് കൊള്ളത്തുള്ളൂ. എൻ്റെ കൈ ഡ്രൈ ആണ്. ഞാൻ കയ്യിലിടയ്ക്ക് പുറത്ത് പോയപ്പോൾ ഇട്ട് നോക്കി, അപ്പോഴും ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അതിനും കൊള്ളത്തില്ല ഇത്. സ്കിൻ ഹെയർ കെയർ പ്രോഡക്റ്റുകൾ കഴിഞ്ഞു. ഞാനിത് എൻ്റെ പെർസെപ്ഷനിലാണ് പറയുന്നത്, എനിക്ക് യോജിക്കുമെന്നാണ് പറയുന്നത്. വേറൊരാൾക്ക് യോജിക്കുമോ എന്നുള്ള കാര്യം ഞാൻ റിവ്യൂ ഒക്കെ തരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇത് ആർക്കാണ് സ്യൂട്ട് ആകുക എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ എൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് പറയുമ്പോഴത്തേക്കും എനിക്ക് ചേരുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അന്ന് റിവ്യൂ പറഞ്ഞപ്പോൾ അതിൽ നല്ല പോയിന്റ്സ് പറഞ്ഞല്ലോ ഒന്നും ചിന്തിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഞാൻ ഒരു കൺസ്യൂമർ, ആസ് എ കൺസ്യൂമർ ഞാനിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ആണ് പറയുന്നത്. ഇനി ഞാനിത് വാങ്ങിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. പലരും ചോദിക്കും വേസ്റ്റ് പ്രോഡക്റ്റ് പറഞ്ഞാൽ അത് പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ. നമ്മളൊരു കൺസ്യൂമർ അല്ല, നമുക്കത് പറയാനുള്ള റൈറ്റ് ഇല്ല. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അത് കൊള്ളാമോ കൊള്ളില്ലെന്ന് പറയാനുള്ള റൈറ്റ് നമുക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കത് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാനൊരു പ്രോഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് എനിക്കൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ, ദൈവം സഹായിച്ചിട്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവരതിൽ നിന്ന് പോയിന്റ്സ് ഉൾക്കൊണ്ട് അവർ ആ പ്രോഡക്റ്റിനെ ബെറ്റർ ആക്കാനല്ലേ ശ്രമിക്കുക, അവരുടെ ബിസിനസ് വളരാനാകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. നമുക്ക് മേക്കപ്പിലേക്ക് പോകാം. വെറ്റ് n വേർഡിൻ്റെ കുക്കുംബർ പ്രൈമർ വാട്ടറാണ് ഒരു പ്രോഡക്റ്റ്.
പ്രോഡക്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. റീസൺ ആസ് എ പ്രൈമർ എനിക്കിത് കൊള്ളത്തില്ല. കാരണം നമ്മളിപ്പം പ്രൈമർ യൂസ് ചെയ്യുന്ന നമ്മുടെ പോർസിനൊന്ന് ജസ്റ്റ് മിനിമൈസ് നല്ലൊരു സ്മൂത്ത് ക്യാൻവാസ് കിട്ടാനാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പിനൊന്ന് ലോങ് ലാസ്റ്റിംഗ് ആക്കി തരണം. അപ്പോൾ ഇത് നടക്കുന്നില്ല. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രെപ്പ് സെറ്റ് റിഫ്രഷ്. ഇത് നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രോഡക്റ്റിനെ അവിടെ നിന്ന് ഒലിച്ചിറക്കി കൊണ്ടുപോകും. അവിടെ ഇങ്ങനെ സെറ്റാക്കി തരയല്ല ചെയ്യുക. അത് ഈ ഇത് ഇങ്ങനെ മെൽറ്റ് ചെയ്തത് കൊണ്ടുപോകും എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ലൈൻസ് വിടും. മൈന്യൂട്ട് ലൈൻസ്, ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ലൈൻസില്ല. അതുകൊണ്ട് നിങ്ങൾ ക്യാമറയിൽ അത് അറിയത്തില്ല. പക്ഷേ എനിക്ക് മിറർ നോക്കുമ്പോൾ അറിയാമല്ലോ, ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ ഇങ്ങനെ കുഞ്ഞു മൈന്യൂട്ട് ലൈൻസ് വരും. അതുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഇപ്പം മേക്കപ്പ് വീഡിയോയ്ക്ക് യൂസ് ചെയ്താൽ നമുക്കിത് പുറത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മേക്കപ്പ് വീഡിയോയിൽ ക്യാമറയിൽ കുറച്ചുകൂടെ നേരെ കാണിച്ചാലും ഇൻ റിയൽ ലൈഫ് അതിലിങ്ങനെ കുഞ്ഞു മൈന്യൂട്ട് ലൈൻസ് കാണിക്കും. ലാസ്റ്റ് നമ്മൾ റിഫ്രഷ് ചെയ്യാൻ യൂസ് ചെയ്തെന്ന് വെച്ചോ, ഈ സെറ്റ് ആൻഡ് റിഫ്രഷിന് യൂസ് ചെയ്തെന്ന് വെച്ചോ. ഇപ്പം ഫുൾ മേക്കപ്പ് ചെയ്തിട്ട് സെറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതിനോട് ഉദ്ദേശിച്ചത്, നമ്മൾ ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് ഇത് അടിച്ചെന്ന് വെച്ചോ, നമ്മുടെ മേക്കപ്പ് അത്രയും ഹെവി ആയില്ലേ, കുറേ ലേയേഴ്സ് ആയില്ലേ, ഈ ലേയേഴ്സ് കൂടെ ഫുൾ ഇങ്ങനെ ഒലിച്ചു പോരും മീൻസ് അവിടെ നിന്ന് പ്ലേസ് മാറും. നമ്മൾ എവിടെയാണോ ഫിക്സ് ചെയ്തത് ആ പ്ലേസിൽ നിന്ന് മാറും. അത് ലിക്വിഡ് പോലെ വരുമ്പോൾ അല്പം ഇങ്ങനെ ഒലിക്കും, ഒരു ഇച്ചിരി ഇങ്ങനെ ഒലിക്കും. നമ്മൾ സ്പഞ്ച് എങ്ങാനും വെച്ച് ടച്ച് ചെയ്യുവാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒന്നോടെ സ്പഞ്ചിലോട്ട് അങ്ങ് പോകും. അതുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് പ്രെപ്പ് ചെയ്യാൻ ഇഷ്ടമായിട്ടില്ല, സെറ്റ് ചെയ്യാൻ ഇഷ്ടമായിട്ടില്ല, റിഫ്രഷ് ചെയ്യാൻ ഇഷ്ടമായിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് ഞാനിത് ഒരിക്കലും വാങ്ങിക്കാൻ പോകുന്നുമില്ല. പ്രോഡക്റ്റ് ഒരു ഹൈപ്ഡല്ല. ഇതിൻ്റെ നമ്മുടെ മേക്കപ്പ് റെവല്യൂഷൻ ലക്ഷറി ബ്രാൻഡാണ് റെവല്യൂഷൻ പ്രോ എന്ന് പറയുന്നത്. ഇത് ഒരു 1000 എബോ എന്ന ഒരു പ്രൈമറാണ്, പീച്ച് കറക്റ്റർ പ്രൈമറാണ്. എനിക്കിവിടെ പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ട് പീച്ച് കറക്റ്റർ പ്രൈമർ വെച്ചിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് മറക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചാണ്. 1500 1000 സംതിങ്ങോ അങ്ങനെ എന്തുകൊണ്ട് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ആ പ്രൈസ് വെച്ച് നോക്കുമ്പം ഇത് ഒന്നിനും കൊള്ളത്തില്ല. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആക്കൊന്നുമില്ല. നല്ലൊരു കവറേജ് നമുക്ക് നന്നായിട്ട് നമ്മുടെ പിഗ്മെന്റേഷൻ മറച്ചു കിട്ടുന്നുമില്ല. പക്ഷെ ഒരു പ്രൈമറിൽ അത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഇത്രയും കളേഴ്സൊക്കെ നമുക്ക് ഇത്രയും കറക്റ്റ് ചെയ്യാനൊരു പ്രൈമറിന് കഴിയുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാമല്ലോ, ആ ഒരു പർപ്പസ് ഇത് ചെയ്യുന്നില്ല. അതിനേക്കാൾ എനിക്ക് ലാക്മേയുടെ ഇഷ്ടമായിട്ടുണ്ട്, അബ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് പ്രൈമറില്ലേ. അപ്പോൾ അതിൻ്റെ പ്രൈസ് കുറവാണ്, ഇതിനേക്കാളും വളരെ കുറവാണ് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇനി ഞാനിത് വാങ്ങിക്കത്തില്ല. ഇപ്പം ഇത് ഇരിക്കുന്ന യൂസ് ചെയ്യും, ഇനി ഞാനിത് റീപർച്ചേസ് ചെയ്യത്തില്ല. ഇനി നമ്മുടെ കളർ കറക്റ്റേഴ്സ് പറയാം. NYBയുടെ കളർ കറക്റ്ററാണ്. ഇത് കളർ കറക്റ്റ് ചെയ്യാനാണോ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിതിൽ ഓറഞ്ചും ഒരു യെല്ലോയും ഗ്രീനും ഉള്ളതാണ് വാങ്ങിച്ചത്. ഗ്രീൻ വാങ്ങിച്ചതിന് കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ആഗ്നേസ് കാർസൊക്കെ റെഡിഷ് കളറാണ്. അപ്പം അതിൽ നമുക്ക് ഗ്രീൻ അല്ലേ ഇടേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഈ 3 കളേഴ്സ് ഉള്ളത് വാങ്ങിച്ചത്. പക്ഷേ ഇത് ഒട്ടും കൊള്ളത്തില്ല. നമ്മുടെ പിഗ്മെന്റേഷന് മറക്കത്തുമില്ല, കവറേജും ഇല്ല. അത് ഇട്ടാൽ ഒട്ടും ലാസ്റ്റ് ചെയ്യത്തുമില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു പിഗ്മെന്റേഷനിൽ ഇട്ടെന്ന് വെച്ചോ, അത് അവിടെ അത് നേരെ ഇരിക്കത്തില്ല, കവറേജ് ഒട്ടുമില്ല, ഫുൾ മറക്കത്തില്ല. സ്പഞ്ച് അപ്പം തന്നെ ആക്കുമ്പോഴത്തേക്ക് അതിൽ കൂടെ ഇനി പോരും. ഒരു അല്പം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇച്ചിരി ഒന്ന് വേർത്താൽ തന്നെ ഇത് ഫുൾ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. ഇനി ഐഷാഡോയുടെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ സെറ്റ് ചെയ്താൽ, എന്നാൽ പോലും പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയ്ക്ക് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ലാത്ത, കവറേജ് ഇല്ലാത്ത, വെറുതെ എന്തിനോ വേണ്ടിയുള്ള ഒരു കളർ കറക്റ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഡ്രൈ സ്കിന്നിന് ബെറ്റർ ആയിരിക്കും എന്നറിയത്തില്ല. ഓയിലി സ്കിന്നിന് ഇത് ഒട്ടും വർക്കൗട്ട് ആവുന്നില്ല. എനിക്കിത് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇനി ഞാനിത് എന്തായാലും വാങ്ങിക്കത്തില്ല. അപ്പോൾ യൂസ് ചെയ്യുന്നുമില്ല, അതുകൊണ്ട് വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കളർ ഫീവറിൻ്റെ പീച്ച് കറക്റ്ററാണ്. ഇതെനിക്ക് കവറേജ് ഓക്കെയാണ്, ഭയങ്കര കവറേജ് ഇല്ല, ചെറിയ കവറേജേ ഉള്ളൂ. പക്ഷേ ഇത് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മുടെ പിഗ്മെന്റേഷൻ മറച്ചിട്ട് അത് അവിടെ തന്നെ ഇരുന്നാലേ നമുക്കത് മറച്ചിട്ട് കാര്യമുള്ളൂ. അത് മറച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് പോകുന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് യൂസ് ചെയ്യാം. വലിയ ഗുണമൊന്നുമില്ലല്ലോ. ഞാനിത് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല. മേക്കപ്പ് വീഡിയോയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സത്യസന്ധമായിട്ട് പറയുവാണ്, ഞാൻ പുറത്ത് പോകുമ്പോൾ ഇന്ന് വരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പോൾ ഞാനത് ഫൗണ്ടേഷൻ വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറായിരിക്കും പതിവ്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഞാനിത് വാങ്ങിക്കത്തില്ല. ഇപ്പം ഇതിരിക്കുന്നത് ഞാൻ മേക്കപ്പ് വീഡിയോസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇതെന്തായാലും. നെക്സ്റ്റ് ഒരു ഫൗണ്ടേഷനാണ്, എസ്ക്യൂൻ്റെ ഫൗണ്ടേഷൻ.
ഇത് ഞാൻ ആ റിവ്യൂവിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ ഒരു പമ്പാണ് നമ്മൾ കയ്യിലെടുക്കുന്നെങ്കിൽ 2-3 പമ്പ് ഫുൾ തെറിച്ച് പോകും. നമ്മളിപ്പം ഒരുങ്ങി നല്ല ഡ്രസ്സ് ഇട്ട് നിന്നിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല. പിന്നെ ഇതിന് ഒട്ടും കവറേജ് ഇല്ല. പിന്നെ ഇതിൻ്റെ ഷെയ്ഡും അല്ല. ഷെയ്ഡും ഒക്കെ എൻ്റെ മിസ്റ്റേക്ക് ആണല്ലോ, ഷെയ്ഡ് മാറിപ്പോയി എന്ന് പറയാം. പക്ഷേ ഇത് ഒട്ടും കവറേജ് ഇല്ല. ഡെയിലി വെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പോലും ഇതിനേക്കാളും ലാക്മേയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷനിലെ കുറഞ്ഞ ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമാണ്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഇനി അത് വാങ്ങിക്കത്തില്ല. ഇനി ഇരിക്കുന്നത് യൂസ് ചെയ്യുന്നുമില്ല. എസ്ക്യൂവിൻ്റെ ഈ കളേഴ്സ് അല്ല 3 കളേഴ്സ് എന്തോ ഉള്ള ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ഇല്ല, ഇതാണിത്. അപ്പോൾ ഞാൻ അതിൽ പിങ്ക് എടുത്തു, എനിക്ക് ഹൈലൈറ്റർ ആയിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതിനും അവസ്ഥ ഇതാണ്. നമ്മൾ ഒരു പമ്പ് എടുക്കുമ്പോഴത്തേക്കും കുറേ പമ്പ് തെറിച്ചു. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഒട്ടും നമുക്ക് അവിടെ പരിസരം മുഴുവൻ ചീത്തയാകും നമ്മളൊരു പമ്പ് എടുക്കുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ മടിക്കത്തേ ഉള്ളൂ. എന്തായാലും ഒരു പമ്പ് എടുക്കുമ്പോഴത്തേക്കും 3-4 പമ്പ് തെറിച്ച് പുറത്ത് പോകുമ്പോഴത്തേനും നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ മടിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടില്ല. ഇത് കണ്ടോ, ഇത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും യൂസ് ചെയ്യായിരിക്കും. ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഈ പമ്പ് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം കുറേ വരുമായിരിക്കും ഇങ്ങനെ. എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ സ്കിൻ ടോണിന് അത്ര സ്യൂട്ടാകുന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് എനിക്കൊരു ന്യൂട്രൽ അണ്ടർടോണാണ്, കറക്റ്റ് ആകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര കറക്റ്റ് ആകുന്നുമില്ല. എനിക്ക് മീൻസ് ഫുൾ ഒരു ഇലുമിനേറ്റിംഗ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് കറക്റ്റ് ആകുന്നില്ല. ഹൈലൈറ്റർ ആയിട്ട് ഇടാൻ കറക്റ്റ് ആകുന്നുണ്ട്. പക്ഷേ എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല ഈ പ്രോഡക്റ്റ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടം. ഇനി ഞാൻ വാങ്ങിക്കത്തില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുമില്ല. ഇത് എത്ര നാളായി എടുത്തിട്ട്. ഇനി എൻവൈബയുടെ ഐബ്രോ പെൻസിലാണ്. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഐബ്രോ പെൻസിലിൻ്റെ അകത്ത് പെൻസിൽ വേണ്ടേ? കാണാമോ നിങ്ങൾക്ക്? ഇതിൻ്റെ അകത്ത് ഈ ഹോൾ കണ്ടോന്നറിയില്ല. ഇതിൻ്റെ അകത്തൊരു ഹോളാണ് കാണുന്നത്. ഈ പെൻസിൽ ഇങ്ങനെ ആയിരിക്കണമെങ്കിൽ ഈ ഇത്രയും മാത്രം പെൻസിലിൻ്റെ ഒരു കളറുള്ള എന്തോ സാധനം. നടുക്ക് ഫുൾ ഹോളോയാണ്. ഈ പ്രോഡക്റ്റ് നമ്മൾ എത്ര കട്ട് ചെയ്താലും തുടക്കത്തിൽ മാത്രം ഒരിതിരുന്നു. പിന്നെ അങ്ങോട്ട് താഴോട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതാണ് അവസ്ഥ. അതിൻ്റെ അകത്ത് പ്രോഡക്റ്റ് ഇല്ല. ബട്ട് ബൈ എനിക്കറിയില്ല. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റാണ്. അത് കുറേ വെട്ടി നോക്കി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഷാർപ്നറിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ വെട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ അകത്തോട്ട് ഫുൾ ഹോളോ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. ഫോർ ഓയിലി സ്കിൻ അകത്ത് ഹോളോയാണ്. അപ്പോൾ എത്ര പൈസ കുറവെന്ന് പറഞ്ഞാലും ഞാൻ പൈസ കൊടുത്തിട്ട് ഈ തടി കഷ്ണം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിത് വാങ്ങിക്കത്തില്ല. എൻവൈബയുടെ ബ്ലിങ്കിൻ ഐഷാഡോ ദ ബ്രോൺസ് 8. അപ്പോൾ ഈ ഐഷാഡോ ആണ്. ഈ പീക്ര ഐഷാഡോയ്ക്ക് 100 സംതിങ് ആണ് വില. 125. അപ്പോൾ ഈ ഐഷാഡോ ഒരു 125 രൂപ കൂടെ ഇട്ടാൽ 250 രൂപയല്ലേ. അപ്പോൾ ആ 250 രൂപയ്ക്ക് നമ്മളൊരു സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നല്ല 9 കളേഴ്സും കിട്ടും. പിന്നെ നല്ല പിഗ്മെൻറ്റേഷനും ഉണ്ട്. പിഗ്മെൻറ്റേഷനും ഇല്ല. ഈ പ്രൈസ് റേഞ്ചിന് ഇതിന് ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒക്കെ ആയിരിക്കും. എത്ര രൂപ കൊടുത്ത് ഒരു കുഞ്ഞ് ഐഷാഡോ വാങ്ങിക്കുന്നില്ലേ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇതൊരു നോർമൽ ഐഷാഡോ. നമ്മുടെ ഒരു ഐഷാഡോ പാലറ്റ് ഇരിക്കുന്ന ഒരു ഐഷാഡോ അല്ലേ, അതിൻ്റെ അത്ര എഫക്റ്റ് തന്നെ ഉള്ളൂ. എന്നിട്ട് 100 രൂപ അല്ല 125 രൂപ. എനിക്ക് 100 രൂപയ്ക്ക് കിട്ടി. എന്നാലും എനിക്കിത് നഷ്ടമാണ്. ഞാൻ കുറച്ചുകൂടെ പൈസ ഇട്ടിട്ട് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് വാങ്ങിച്ചാൽ ഇതേ പിഗ്മെൻറ്റേഷനുള്ള 9 കളേഴ്സ് കിട്ടും. അതുകൊണ്ട് ഞാനിത് വാങ്ങിക്കത്തില്ല. എൻ്റെ ഈ വേസ്റ്റ് പ്രോഡക്റ്റുകൾ കണ്ടിട്ട് പർപ്പിളിൻ്റെ ഇൻഹൗസ് ബ്രാൻഡുകളെ മുഴുവൻ കുറ്റം പറയുന്നെന്ന് വിചാരിക്കരുത്. എൻ്റെ ഇഷ്ടമുള്ള ബെസ്റ്റ് പ്രോഡക്റ്റുകളില്ലേ, അതിൻ്റെ അകത്ത് പർപ്പിളിൻ്റെ ഇൻഹൗസ് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എനിക്ക് ഈ പ്രോഡക്റ്റുകൾ ഇഷ്ടമായില്ല എന്നേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ള പ്രോഡക്റ്റുകളും ഉണ്ട്. നിങ്ങൾക്കറിയാം എനിക്കിഷ്ടമുള്ള റെഡ് ലിപ്സ്റ്റിക്ക് എൻവൈബയുടെ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്. എനിക്ക് ഈ പ്രോഡക്റ്റുകൾ ഇഷ്ടമായിട്ടില്ല. പിന്നെ മസ്കാര, ബ്ലൂ ഹെവൻ്റെ മസ്കാര. ഇത് 100 രൂപ 125 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതെനിക്ക് ആ പ്രൈസ് റേഞ്ചിന് ഇഷ്ടമായി. സംഭവം എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇത് അപ്പർ ലാഷിലും നമ്മുടെ ആ ഐലാഷിലും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. താഴേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പ്രശ്നമാണെന്നറിയില്ല കേട്ടോ. എൻ്റെ ഈ ഐലാഷസ് താഴെയുള്ള ഐലാഷസ് തീരെ കുഞ്ഞല്ല, ഇച്ചിരി വലിപ്പമുണ്ട്, അല്ല ഇത്തിരി നീളമുണ്ട്. അപ്പം അതിങ്ങനെ കർവ്ഡായിട്ട് എൻ്റെ താഴെ തട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ ഉടനെ ഡ്രൈ ആകത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രൈ ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ട ഉടനെ തന്നെ അത് ഫുള്ള് താഴേക്ക് പടരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് താഴത്തെ ഐലാഷസിൽ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിക്കത്തില്ല. എനിക്ക് നമ്മൾ മുകളിലിടുമ്പോൾ താഴെ ഇടുന്നല്ലോ. അപ്പോൾ താഴെ ഇടാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ പിന്നെ ഇത് മുകളിലിടാൻ വേണ്ടി മാത്രമായിട്ട് ഇനി വാങ്ങിക്കുമെന്ന് വെച്ചാൽ വാങ്ങിക്കത്തില്ല. മസ്കാര ഇഷ്ടമായി, മസ്കാരയുടെ പെർഫോമൻസ് ഇഷ്ടമായി. പക്ഷേ ഇത് പെട്ടെന്ന് ഡ്രൈ ആകാത്തത് കൊണ്ട് എനിക്ക്
ലാഷിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഞാനിത് വാങ്ങിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. 3 ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമാകാത്തതുകൊണ്ട് ഇനി വാങ്ങിക്കില്ല എന്ന് ഉറപ്പിച്ചതുണ്ട്. അത് ഷെയ്ഡ് വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും. എന്തായാലും നമുക്കത് നോക്കാം. സ്വിസ് ബ്യൂട്ടിയുടെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ഇൻ ദ ഷെയ്ഡ് പാരിസ് ഫാഷൻ 20. അപ്പോൾ ഇത് ഞാൻ അതിൽ കണ്ടപ്പോഴത്തേക്ക് നല്ല ഷെയ്ഡാണെന്ന് വിചാരിച്ചു. നല്ല ഷെയ്ഡ് തന്നെയാണ്, പക്ഷേ എനിക്ക് ചേരുന്നില്ല. എൻ്റെ ഒരു വീറ്റിഷ് മീഡിയം സ്കിൻ ടോണാണ്, ഫെയർ അല്ല. ഇതൊരു ഫെയർ സ്കിൻ ടോണുള്ള ആൾക്ക് നല്ലൊരു ന്യൂഡ് കളറാണ്. പക്ഷേ എൻ്റെ സ്കിൻ ടോണിന് എനിക്ക് മിക്കവാറും ടാൻ ഒരു മീഡിയത്തിലോട്ട് പെട്ടെന്ന് പോകും. കൂടുതൽ ഞാൻ മീഡിയം സ്കിൻ ടോണിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വീറ്റിഷ് ആയാലും അത്ര വീറ്റിഷ് ആകുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ഞാൻ കൂടുതൽ മീഡിയം സ്കിൻ ടോണിലാണ് ഇരിക്കുന്നത് കൊണ്ട് എനിക്കിത് ഒട്ടും വർക്കൗട്ട് ആവുന്നില്ല. ഇതിൻ്റെ ടെക്സ്ചർ ഒക്കെ നല്ലതാണ് കേട്ടോ. 199 200 രൂപ അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ടെക്സ്ചറും ആ പ്രൈസ് റേഞ്ചിനൊക്കെ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഒത്തിരി ലിപ്സ് ഡ്രൈ ആക്കുന്നില്ല. ലിപ്പിൽ നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷെ നല്ല ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഈ ഷെയ്ഡ് ഞാൻ റീപർച്ചേസ് ചെയ്യത്തില്ല. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. NYBയുടെ എനിക്ക് പേരറിയാത്ത ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് 6 ആണ്. എക്സലൻറ്റ്. അപ്പോൾ ഇതിനെന്തോ പേരുണ്ട് ഈ ടൈപ്പിന്. എനിക്ക് ഇഷ്ടമായത് വേറെ ടൈപ്പാണല്ലോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഞാൻ അതിൽ പിക്ചറിൽ കണ്ടപ്പോൾ എനിക്ക് ഇതാണ് കളറെന്ന് അങ്ങനെ തോന്നിയില്ല. ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഷിമ്മറി ഒരു മെറ്റാലിക് ലിപ്സ്റ്റിക്ക് പോലെ തോന്നുന്നില്ല. നമ്മൾ ലിപ്പിലിടുമ്പോഴത്തേക്ക് മെറ്റാലിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഡ്രൈ ആകുന്നു. എനിക്കിത് ഒട്ടും ചേരുന്നില്ല. ഞാനിത് ഇടുമ്പോഴത്തേക്ക് എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് തോന്നിക്കുന്നുണ്ട്. എനിക്ക് ഫേസിൽ ഒട്ടും ചേരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഇത് വാങ്ങിക്കത്തില്ല. ദെൻ ഇനിയുള്ളത് SQൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് കളഞ്ഞുപോയി. ഇതിൻ്റെ താഴെ ഇരുന്ന സാധനം കളഞ്ഞുപോയി. അപ്പോൾ ഇതൊരു ന്യൂഡ് കളറാണ്. പക്ഷേ ഞാൻ മന്ദബുദ്ധിയാണ് കേട്ടോ. സത്യയോട് ഞാൻ മന്ദബുദ്ധിയായിട്ടാണ്. ഇതിൽ ന്യൂഡ് കളർ എന്ന് ഇതിൻ്റെ ഹെഡിങ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സൈഡ് പർപ്പിളിൽ നോക്കുമ്പോഴത്തേക്ക് അതൊരു റെഡ് ലിപ്സ്റ്റിക് ആയിട്ടാണ് തോന്നിച്ചത്. അപ്പോൾ ഞാൻ ഒരു റെഡിഷ് മെറൂൺ ലിപ്സ്റ്റിക് ആയിട്ടാണ് തോന്നിച്ചത്. അപ്പോൾ ആ റെഡിഷ് മെറൂൺ ലിപ്സ്റ്റിക്കാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇനി എത്തിയപ്പോഴത്തേക്കും ന്യൂഡ് കളർ. ഇതിൻ്റെ ഹെഡിങ് ഒക്കെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ന്യൂഡെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രശ്നമാണ്. അപ്പം ഞാനിത് ഈ പ്രോഡക്റ്റ് ഇനി വാങ്ങിക്കത്തില്ല. ഈ പ്രോഡക്റ്റ് ഷെയ്ഡിൻ്റെ പ്രശ്നം മാത്രമല്ല കേട്ടോ. എൻ്റെത് ഓയിലി സ്കിന്നാണ് ഫേസിലെങ്കിലും എൻ്റെ ലിപ്പ് നല്ല ഡ്രൈ ആണ്. ലിപ്പും ഈ ഭാഗം ഭയങ്കര ഡ്രൈ ആകും. എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ഡ്രൈയിങ് ആണ്. നല്ല എക്സ്ട്രീംലി ഡ്രൈയിങ് ആണ്. അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മുടെ ഈ ലൈൻസൊക്കെ കൃത്യം എടുത്ത് എറിയും. എക്സാജറേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല. ഇതിൻ്റെ പെർഫോമൻസ് ഇഷ്ടമായിട്ടില്ല. ഷെയ്ഡ് മാത്രമല്ല കേട്ടോ, പെർഫോമൻസും എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഷെയ്ഡ് എനിക്ക് ലിപ് ലൈനർ യൂസ് ചെയ്താൽ പിന്നെ സഹിക്കാം. പക്ഷെ ഞാൻ ഇടുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഞാൻ ഇടുന്നുണ്ട്. ഇച്ചിരി എടുത്തിടുമ്പോൾ എനിക്കത് വലിയ പ്രശ്നമല്ല. ഒത്തിരി ഫുൾ ലിപ്പിൽ മുഴുവൻ മിക്സ് ചെയ്ത് ഫുൾ ഇങ്ങനെ കറക്റ്റ് ലൈൻ ചെയ്ത് വരച്ചാലേ എനിക്കിത് ചേരാകുകയുള്ളൂ. പക്ഷെ ഇത്തിരിയായിട്ട് ഇടുമ്പോൾ കുഴപ്പമില്ല. ഇതെനിക്ക് അങ്ങനെ ഇത്തിരിയായിട്ട് ഇടാൻ പോലും ഇഷ്ടമല്ല. കാരണം ഇതിൽ എന്താണ് ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ട് എൻ്റെ ലിപ്പിലെ ഈ ലൈൻസ് കൃത്യം കാണിക്കുന്നത് കൊണ്ട് എനിക്കിത് ഇഷ്ടമല്ല. ഭയങ്കര ഡ്രൈയിങ് ആണ്. അപ്പോൾ എൻ്റെ വേഴ്സ്റ്റ് 2020 പ്രോഡക്റ്റുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയുവാണ്, ഈ ബ്രാൻഡുകൾക്കൊന്നും ഞാൻ എതിരല്ല. ഞാനിതിൽ പറഞ്ഞത് എല്ലാം എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആകാം. കാരണം ഇല്ല, റോസ് ഹിപ്പ് സിറം ഞാൻ ഡ്രൈ സ്കിൻ ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ആൾക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്. എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. അത് ആണ് ഉദ്ദേശിച്ചത്. വർക്കൗട്ട് ആയില്ല, അതുകൊണ്ട് ഞാനിത് ഇനി വാങ്ങിക്കത്തില്ല. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്കിനി ഈ നെഗറ്റീവ് എനർജി ഇതോടെ കഴിഞ്ഞിട്ട് നമുക്കിനി 2 വീഡിയോ പോസിറ്റീവ് ആയിട്ടുള്ള 2 വീഡിയോ ആയിരിക്കും. നമുക്ക് 2020 നല്ല പോസിറ്റീവായിട്ട് തന്നെ എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ചാർക്കെങ്കിലും എൻ്റെ സ്കിൻ ടൈപ്പുള്ള ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതേ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലുമൊക്കെ ഈ ലോകത്ത് കാണുമല്ലോ, ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹെൽപ്ഫുൾ ആയെന്നും കൂടെ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിനടുത്തൊരു കുഞ്ഞു ബെലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒരു Q&A വരുമോ, Q&A നടത്തുമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു പല വീഡിയോയുടെ താഴെയായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു Q&A നടത്താമെന്ന്. അതിനുവേണ്ടി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് ആർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. അപ്പോൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ Q&A വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. എനിക്ക് Q&A വീഡിയോ ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചത് കൊണ്ടാണ് ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവിടെ ചോദിക്കുക കേട്ടോ. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി.